ഇന്നലെ നിർത്തിയത് 25ാമത്തെ ശ്ലോകമാണ് അല്ലെ. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോഷിതും അർഹസി. ഈ ആത്മാവ് എന്ന് പറയുന്നത് അത് അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനായിട്ട് പറ്റില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയണം ഒരു വ്യക്തത ഉണ്ടാവണം. അപ്പൊ ആ വ്യക്തത ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനായിട്ട് പറ്റില്ല. പിന്നെയോ അചിന്യോയം, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോ ആത്മാവിന് രൂപമാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, എന്നും ഒരേപോലെയാണ് അതുള്ളത്. അതുകൊണ്ട് ആത്മാവ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ദുഃഖിക്കാൻ പാടില്ല എന്ന് പറയണം. നിനക്ക് ദുഃഖത്തിന്റെ ആവശ്യമില്ല എന്ന് പറയും. ഇനി അതല്ല, ആത്മാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ആത്മവാദം കൈവിട്ട് എന്താണ് ഭൗതിക തലത്തിലാണ് ചിന്തിക്കുന്നതെങ്കിലും അല്ലെ, ഭൗതികവാദം, അങ്ങനെയാണെങ്കിലും ദുഃഖത്തിന് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് പറയും, പ്രസക്തി ഇല്ല എന്നാണ്. അതാണ് ഇനി പറയാൻ പോകുന്ന ശ്ലോകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 26ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. അദചൈനം നിത്യജാതം നിത്യം വാമന്യസേവൃതം തദാപി ത്വം മഹാബാഹോ നൈവം ചോദിതുമർഹസി. നീ അങ്ങനെയാണെങ്കിലും ദുഃഖിക്കാൻ അവകാശമില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ അധചൈനം നിത്യജാതം നിത്യം വാമന്യസേമൃതം തഥാവി ത്വം മഹാബാഹോ നൈവം ശോചിതും അർഹതി എന്നാണ്. ഇനി ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ജീവനെ കുറിച്ച് ഇത് എന്നും ജനിക്കുന്നതും എന്നും മരിക്കുന്നതുമാണ് എന്നുള്ള രീതിയിലാണ് നീ കണക്കാക്കുന്നതെങ്കിൽ അങ്ങനെയായാലും ദുഃഖത്തിന് ആവശ്യമില്ലല്ലോ എന്നാണ്. ദുഃഖത്തിന്റെ ആവശ്യമില്ലല്ലോ, ദുഃഖിക്കാൻ പാടില്ലല്ലോ എന്നാണ് പറയുന്നത് അല്ലെ. നൈവം ശോചിതും അർഹസി. ഇപ്പോ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു എന്താണ്, ബോധം ജഡം രണ്ടെണ്ണം അല്ലെ. വസ്തു എന്ന് പറയുന്നത് രണ്ടായി പിരിയുന്നു. ഒന്ന് ബോധമായി തന്നെ നിൽക്കുന്നു, മറ്റത് ജഡമായിട്ട്. അപ്പൊ ഇതില് ബോധമാണ് എല്ലാറ്റിനെയും ആശ്രയമായി നിൽക്കുന്നത്. എല്ലാറ്റിനും ആശ്രയമായി നിൽക്കുന്ന ബോധമാണ്. അത് സ്വതന്ത്രമാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ ഈ സത്യാന്വേഷണം നടത്തുന്നവർക്ക് അത് അനുഭവിച്ചറിയാനും പറ്റും. കാരണം എല്ലാറ്റിന്റെയും ആശ്രയം എന്ന് പറയുന്നത് ബോധമാണ്, കോൺഷ്യസ്നെസ് എല്ലാറ്റിന്റെയും ആശ്രയസ്ഥാനമാണ്. അത് സ്വതന്ത്രമാണ്. അപ്പൊ അതാണ് വസ്തു എന്ന് അന്വേഷിക്കുന്നവർക്ക് അനുഭവിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത് അന്വേഷണം നടത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നില്ല. എന്താ കാരണം ചോദിച്ചാൽ ഈ ബോധം തന്നിൽ തന്നെയുള്ള ഓരോരുത്തരും ഉള്ളതാണ് ഈ ബോധം. പക്ഷെ അത് മറയപ്പെട്ടിരിക്കുകയാണ്. ആ മറ നീക്കണം അല്ലെ. ആ മറ നീക്കം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകള്, മന്ദബുദ്ധികള് എന്ന് പറയാം അല്ലെ. ബോധത്തിന്റെ ആ മറ നീക്കാൻ സാധിക്കാത്തവരെ മന്ദബുദ്ധികൾ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഉപരിതലത്തിലുള്ളത് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നാമരൂപങ്ങളെ മാത്രമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള ആഴത്തിലുള്ള ഈ എല്ലാ നാമരൂപങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന ആ ബോധത്തിനെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവര് എന്താ ചെയ്യുന്നത്? ഇതെല്ലാം സത്യമാണ് ധരിച്ചിരിക്കുന്നത്. അവർക്കാണ് ഈ ഭൗതികവാദികള് എന്ന് പറയാം. അവരെ സംബന്ധിച്ച് ഇതാണ് സത്യം, ഈ പുറമേ കാണുന്ന കാര്യങ്ങളാണ് സത്യം. അപ്പോ അവരുടെ അഭിപ്രായം തന്നെ അവർ പറയാറുള്ളത് എന്താണ്? ഈ ജീവൻ എന്ന് പറയുന്നത് മറ്റ് നാമരൂപങ്ങൾ, ഈ ജഡപദാർത്ഥങ്ങളുടെ സങ്കലനം കൊണ്ട് തൽക്കാലം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ ജീവൻ എന്നാണ് അവര് പറയണത് എന്നാണ് അവർ. പക്ഷേ ഈ ജഡപദാർത്ഥങ്ങള് ഈ നാമരൂപങ്ങളായിട്ട് കാണുന്നതിന് അതിന് ഉണ്മ അനുഭവിക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ കൂടിച്ചേരൽ സംഭവിക്കണമെങ്കിൽ പോലും ബോധത്തിന്റെ സഹായം വേണം. ബോധമില്ലെങ്കിൽ വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. ആ സത്യം അവർക്ക് അറിയുന്നില്ല എന്നാണ്. അപ്പോ അവര് പറയുന്നത് ഈ ജഡപദാർത്ഥങ്ങളെ പോലെ തന്നെ ജീവനും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവര് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഷയില് അല്ലെ ആ പരിണാമത്വം അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കാന്ന് പറയുകയാണെങ്കിലും ഇതിന് നിത്യജാതം നിത്യമൃതം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിലും അപ്പൊ ഈ ജനിക്കുക മരിക്കുക എന്നുള്ളത് എന്താണ്? ഈ എവല്യൂഷന്റെ ഓരോ ഘട്ടങ്ങൾ മാത്രമാണ്.
അപ്പൊ ഭൗതിക പദാർത്ഥങ്ങൾക്കൊക്കെ ഈ എവല്യൂഷൻ നടക്കുന്നുണ്ട്, പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? അതൊക്കെ രൂപം മാറി വരുന്നുണ്ട്. ഭൗതിക പദാർത്ഥങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട്, പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള രൂപം മാറി വേറൊരു രൂപത്തിലേക്ക് വരുന്നുണ്ട്, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ തന്നെ നിത്യജനനം എന്ന് പറയാം, നിത്യമരണം എന്നും പറയാം, അല്ലെ? ശരിയല്ല? കാരണം ഇപ്പൊ ഒരു രൂപം മാറുക എന്ന് പറഞ്ഞാൽ അത് മരണമായിട്ട് കണക്കാക്കാം, അത് വേറൊരു രൂപത്തിലേക്ക് വരുന്നത് ജനനമായിട്ട് കണക്കാക്കാം. അപ്പൊ ഇവിടെ എല്ലാം മാറ്റത്തിന് വിധേയമാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിത്യമരണവും നിത്യജനനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ഈ നിത്യജനനം, ജീവൻ ഒരു ഭൗതികമായിട്ടാണ് അവർ കണക്കാക്കുന്നതെങ്കിൽ ഭൗതികതയുടെ ഒക്കെ സ്വഭാവമാണ് നിത്യജനനവും നിത്യമരണത്തിലും മാറ്റം. അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഭീഷ്മര്, ദ്രോണര് തുടങ്ങിയവരെ കുറിച്ചാണല്ലോ ദുഃഖം അർജുനന്. അപ്പൊ അവരും ഈ ഭൗതിക തലത്തിൽ പറയുകയാണെങ്കിൽ നിത്യജനനവും നിത്യഭരണവും അവരെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ മരണത്തെക്കുറിച്ച് ഇനി നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയണം. അപ്പൊ ഏത് രീതിയിലായാലും ദുഃഖിക്കാൻ യാതൊരു അർഹതയില്ല എന്ന് ഭഗവാൻ സ്ഥാപിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ആത്മാവിന്റെ തലത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, അതെന്നും സ്ഥിരമാണ്. അതുകൊണ്ട് ദുഃഖിക്കാൻ നിനക്ക് അർഹതയില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇനി അതല്ല, ഭൗതിക തലത്തിൽ മാത്രമാണ് ചിന്തിക്കുന്നെങ്കിലോ, ഭൗതിക തലത്തിലാണെങ്കിൽ എല്ലാം മാറ്റത്തിന് വിധേയമാണ്, നിത്യമരണം നിത്യജനനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിലും ശരീരം നഷ്ടപ്പെടുന്ന കാര്യത്തിൽ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭീഷ്മര്, ദ്രോണര് തുടങ്ങിയവര്, കൗരവപക്ഷത്തുള്ളവരൊക്കെ നിത്യജാതന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ നിത്യമൃതന്മാരായിക്കോട്ടെ, എന്നാലും അവരുടെ മരണത്തിൽ ഇനി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അർജുന ഒരു സംശയം വരാം, അവര് നിത്യജാതന്മാരും നിത്യമൃതന്മാരും ആയിക്കൊള്ളട്ടെ, ദിവസേന ജനിക്കുന്നവരും ദിവസേന മരിക്കുന്നവരും ആയിക്കൊള്ളട്ടെ, പക്ഷെ എന്നാൽ അവരുടെ മരണത്തിന് ഞാൻ കാരണക്കാരനാവണ്ടല്ലോ എന്നൊരു സംശയം ചിലപ്പോ അർജുനൻ ഉണ്ടായേക്കാം. അതിനുള്ള മറുപടി, എല്ലാ സംശയങ്ങളെയും തീർക്കണം ഭഗവാൻ. അതിനുള്ള മറുപടിയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ, 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 27-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ. ജാതസ്യ ഹി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹര്യർത്ഥേ നത്വചോദിതുമർഹസി. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇനി ഇങ്ങനെയാണെങ്കിലും ദുഃഖിക്കാൻ അർഹതയില്ല എന്ന് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥ്യേ ന ത്വം ശോചിതും അർഹസി. കാരണം ഇതാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ജാതസ്യ മൃത്യു ധ്രുവ, ജനിച്ചവന് മരണം ഉറപ്പാണ് എന്ന് പറയാം, അല്ലെ? ഏതൊന്നിനും ജനനമുണ്ടോ അതിന് മരണം ഉറപ്പാണ്. അതുപോലെ മൃതസ്യ ജന്മച ധ്രുവം, മരിച്ചതിനോ ജനനവും ഉറപ്പാണ് എന്ന് പറയണം. അപ്പൊ ജനിച്ചത് എന്തായാലും മരിക്കും, മരിച്ചത് ജനിക്കുകയും ചെയ്യും. തസ്മാത്, അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അപരിഹാര്യെ അർത്ഥേ, ഇത് പരിഹാരമില്ലാത്തതാണ്. ഈ കാര്യത്തിന് യാതൊരു പരിഹാരവുമില്ല. കാരണം ജനിച്ചത് മരിക്കുക എന്നുള്ളത് നിയമമാണ്, മരിച്ചത് പിന്നീട് ജനിക്കുക എന്നുള്ളത് നിയമമാണ്. അതിന് പരിഹാരമില്ല. അതുകൊണ്ട് ഈ പരിഹാരമില്ലാത്ത ഈ കാര്യം ആലോചിച്ച് നീ ദുഃഖിക്കാൻ പാടില്ല എന്ന് പറയാണ്. അല്ല, ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പ്, മരിച്ചവന് ജനനവും ഉറപ്പ്. എന്ന് പറഞ്ഞാൽ ഉണ്ടായത് ഇല്ലാതാവുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്, വീണ്ടും ഉണ്ടാവുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അപ്പൊ ജനിച്ചവന് മരണം ഉറപ്പാണ്, മരിച്ചവന് ജനനം. അതുകൊണ്ട് അതിന് പരിഹാരമില്ലാത്തൊരു കാര്യമാണത്, അല്ലെ? ജനിച്ചത് മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, പരിഹരിക്കാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല, അല്ലെ? ജനിച്ച ആരെങ്കിലും ഇന്ന് വരെ മരണമില്ലാതിരുന്നിട്ടുണ്ടോ? ആരെങ്കിലും? ഇല്ല. ജനിച്ചത് മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വീണ്ടും ജനിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിന് പരിഹാരമില്ല, ആ കാര്യത്തിൽ നീ ദുഃഖിക്കരുത് എന്ന് പറയാം. അപ്പൊ ഈ ഭൗതിക ജീവിതത്തെ ഒരു നാണയമായി നമുക്ക് കണക്കാക്കാമെങ്കിൽ ആ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ജനനവും മരണവും എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ശരിയല്ല? ജനനം മരണം ഒരേ കോയിന്റെ രണ്ട് വശങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഈ ജീവിതം എന്നുള്ള ഒരു കോയിനാണെങ്കിൽ, ഒരു നാണയമാണെങ്കിൽ അതിന്റെ രണ്ട് വശങ്ങളാണ് ജനനം മരണം. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പോലും എന്താ പറയാ, പൂർണ്ണമായിട്ടുള്ള നാശം
ഒരു വസ്തുവിനും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള നാശം ഭൗതിക തലത്തിൽ സംഭവിക്കുന്നില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും രൂപത്തിന് മാറ്റം സംഭവിക്കില്ല, രൂപപരിണാമമാണ് സംഭവിക്കുന്നത്. വസ്തു ഇല്ലാതാവുന്നില്ല എന്ന് പറയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ ഒരു വസ്തു തൽക്കാലത്തെ രൂപത്തിന് മാറ്റം സംഭവിക്കും. പക്ഷെ തൽക്കാലത്തെ രൂപം മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് വേറൊരു രൂപത്തിലേക്ക് വരും. അപ്പൊ ഈ തൽക്കാല രൂപം മാറുന്നതിനെ മരണം എന്ന് വിളിക്കാം. പുതിയൊരു രൂപത്തിലേക്ക് വരുന്നത് ജനനം എന്ന് പറയാം. പദാർത്ഥങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് അല്ലെ? ഇനി ഈ എന്താണ് നാമരൂപങ്ങൾ, ഈ ജഡരൂപങ്ങൾ എല്ലാം രൂപം മാറി എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായി മാറും? അപ്പൊ എനർജിയുടെ രൂപത്തിലേക്ക് വരും. നേരത്തെ പറഞ്ഞവർക്കുണ്ടോ? എനർജിയാണ് ഈ മാറ്റർ ആയിട്ട് മാറിയിരിക്കുന്നത്. ഓർമ്മല്ലേ നേരത്തെ പറഞ്ഞത്? ഓർമ്മണ്ടാ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കൈയോർത്ത് നോക്കട്ടെ. കുറച്ചു പേർക്ക് ഓർമ്മയുണ്ട്. എനർജിയാണെന്ന് പറയും അല്ലെ? ശാസ്ത്രവും അതിലാണ് എത്തി നിൽക്കുന്നത്. മാറ്ററിനെ അന്വേഷിച്ച് എന്നത് എവിടെ നിന്നുണ്ടായത് അന്വേഷിച്ച് അവസാനം വരെ എത്തി നിൽക്കുന്നത് ഇത് എനർജിയാണ് എന്നുള്ള തലത്തിലേക്ക് അവരെത്തി. അതെവിടെ നിൽക്കുന്നത് മനസ്സിലായിട്ടില്ല ശാസ്ത്രത്തിന് അല്ലെ? പക്ഷെ നമ്മളുടെ ഋഷീശ്വരന്മാർ അതും കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ഈ പരിണാമമാണ് ഇവിടെ സംഭവിക്കുന്നത്, വസ്തു ഇല്ലാതാവുന്നില്ല. അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോ ഈ ലോകത്തുള്ള കാണുന്ന എല്ലാ രൂപങ്ങളും അതിന് മാറ്റം സംഭവിച്ചാൽ അത് എനർജിയായി മാറും, എനർജിയുടെ രൂപത്തിലേക്ക് വരും. ശരിയല്ലേ? അപ്പൊ ആ എനർജിയുടെ രൂപം മാറിയിട്ടാണ് ജഡരൂപം പ്രത്യക്ഷപ്പെടുന്നത്, നാമരൂപങ്ങളായി മാറുന്നത്. അപ്പൊ ഇവിടെ എനർജി എന്താണ്? അപ്പൊ ഈ ജഡരൂപങ്ങളൊക്കെ എനർജിയായി മാറിക്കഴിഞ്ഞാൽ ജഡം മരിച്ചു, എനർജി ജനിച്ചു എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എനർജി രൂപം മാറി മാറ്ററായി മാറുമ്പോ എനർജി മരിച്ചു, മാറ്റർ ഉണ്ടായി, ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാന്നാണ്. പക്ഷെ ശരിക്ക് ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ പറയുന്നത്. ശരിക്കും പരമാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒന്നും ജനിക്കുന്നില്ല, ഒന്നും മരിക്കുന്നില്ല. പ്രശ്നാവോ? ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നാവോ അല്ലെ? ഒന്നും മരിക്കുന്നില്ല, ജനിക്കുന്നില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാല് ജനനം മരണം എന്നൊക്കെ ഒരു പേരിട്ട് വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, പേരിട്ട് വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു വസ്തു അതിന്റെ വിവിധ രൂപങ്ങൾ പ്രകടമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രൂപങ്ങൾ പ്രകടമാകുന്നു, പിന്നെ അത് മറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നടൻ പലതരത്തിലുള്ള വേഷങ്ങൾ കെട്ടുന്നു, പിന്നെ ആ വേഷം അഴിച്ചു വെക്കുകയും ചെയ്യുന്നു. അപ്പൊ വേഷങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ ആ നടൻ ജനിച്ചു അവിടെ അല്ലെ? ആ കഥാപാത്രം ജനിച്ചു. വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാലോ ആ കഥാപാത്രത്തിന്റെ മരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ ഒക്കെ രൂപമാറ്റം മാത്രമാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ രൂപം മാറാതെ, ഒരു രൂപം മാറാതെ വേറൊരു രൂപം ഉണ്ടാവാൻ പറ്റില്ല. അതേപോലെ തന്നെ പുതിയൊരു രൂപം ഉണ്ടാവാതെ പഴയ രൂപം ഇല്ലാതാവില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടെ എല്ലാറ്റിലും രൂപമാറ്റമാണ് സംഭവിക്കുന്നത്. പെർമനന്റ് ആയിട്ട് നാശം ഒന്നിനും സംഭവിക്കുന്നില്ല എന്നാണത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? വേറൊരു തലത്തിൽ കൂടെ ചിന്തിച്ചാലും അത് സത്യമാണെന്ന് മനസ്സിലാവും. തുടക്കത്തിൽ പറഞ്ഞു ആ കോൺഷ്യസ്നെസ്, ബോധത്തിലാണ് ഇതെല്ലാം ഉണ്ടായി കാണുന്നത് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ നാമരൂപങ്ങളൊക്കെ അതിന്റെയൊക്കെ രൂപങ്ങളൊക്കെ മാറി തിരിച്ച് ബോധത്തിലേക്ക് പോയാലോ അപ്പോഴും ബോധമായി അവശേഷിക്കും, ഇല്ലാതാവുന്നില്ല. ഇപ്പൊ ഇവിടെ കിട്ടിയ വസ്തു ഇല്ലാതാവുന്നില്ല, രൂപമാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോഴും അതിന്റെ ആ പരമാർത്ഥം എന്ന് പറയുന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത് അവശേഷിക്കും, അത് ഇല്ലാതാവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രൂപമാറ്റം മാത്രമേ സംഭവിക്കുള്ളൂ. ഈ ഭൗതിക തലത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രൂപമാറ്റം മാത്രമാണ് അത് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് അപരിഹാര്യം എന്ന് പറയാനുള്ള കാരണം. അതിനെ പരിഹരിക്കാൻ പറ്റില്ല ആ ഒരു കാര്യം. അപ്പൊ മരിക്കുന്നത് ജനിക്കും, ജനിക്കുന്നത് മരിക്കും, അതൊരു നിയമമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ പുനർജന്മം അല്ലെ, അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, ചിലർ അതിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അപ്പോ അതിന്റെ എന്താണ് ശാസ്ത്രീയമായ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ രൂപമാറ്റം സംഭവിക്കല് അതിന് പരിഹാരമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭീഷ്മര്, ദ്രോണര് തുടങ്ങിയവരൊക്കെ അവര് ജനിച്ചവരായിട്ട് കണക്കാക്കുകയാണെങ്കിൽ, നേരത്തെ എന്ത് പറഞ്ഞു? ജനിച്ചതിന് മരണം ഉറപ്പാണ്. അപ്പൊ ഇവരൊക്കെ ജനിച്ചതായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അവർക്ക് മരിച്ചേ പറ്റൂ. എന്ന് പറഞ്ഞാൽ അർജുനൻ കൊന്നില്ലെങ്കിലും ഇവരൊക്കെ മരിക്കും ഒരു ദിവസം അല്ല? ശരിയല്ലേ? ഭഗവാൻ അതാണ് പറയുന്നത്. അർജുനന്റെ കൈ കൊണ്ട് മരിച്ചില്ലെങ്കിലും ഇവരൊക്കെ ഒരു ദിവസം മരിക്കേണ്ടവരാണ്. കാരണം അവരൊക്കെ ജനിച്ചിട്ടുള്ളതാണ്.
അപ്പൊ അവരുടെ മരണം ഒഴിവാക്കാൻ ഒരിക്കലും അർജുനന് സാധിക്കില്ല. അവരൊരു ദിവസം മരിക്കും, ഉറപ്പാണ്. അപ്പൊ ഈ മരണം എന്നുള്ളത് പരിഹരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പൊ അവർക്ക് അത് എന്തായാലും സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അത് ഉറപ്പാണെങ്കിൽ പിന്നെ ആ മമത കാരണം വിഷമിച്ച് എന്തുകൊണ്ടാണ് സ്വധർമ്മം അനുഷ്ഠിക്കാതെ അതിൽ നിന്ന് പിന്മാറി സമൂഹത്തിന് തനിക്കും നാശം വരുത്തുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കാനാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്. നീ ഇത് ആലോചിച്ച് നോക്കൂ, അവരൊക്കെ ജനിച്ചതാണെന്നാണ് കരുതുന്നതെങ്കിലും അവർക്ക് മരണം ഉറപ്പാണ്. അത് മരണം ഉറപ്പാണ് അവർക്ക്. ജീർണിച്ച വസ്ത്രത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. വസ്ത്രം മാറുന്ന പോലെയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞു. വാസാംശ ജീർണാനി യഥാവിഹായ അത് നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്. അപ്പൊ നീ അത് ആലോചിച്ചിട്ട് സ്വധർമ്മത്തിൽ നിന്ന് മാറി സമൂഹത്തിനും സ്വയം തനിക്കും നാശം വരുത്തരുത് എന്നാണ് അർജുനനോട് പറയുന്നത്. നീ അത് ആലോചിക്കുക എന്ന് പറയാം. ഇനി അർജുനന്റെ വേറൊരു സംശയം തോന്നാം. എന്താണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ ഭൗതിക നിയമങ്ങൾ പറഞ്ഞു. എന്താണ്? ഉണ്ടായത് ഇല്ലാതാണ്, ജനിച്ചത് ജനിച്ചത് മരിക്കണം, അതൊക്കെ ഭൗതിക നിയമമാണ്. അർജുനന് ചില ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംശയം തോന്നാം. അതൊക്കെ ശരി, അതൊക്കെ ഭൗതിക നിയമം തന്നെയാണ്, ഒക്കെ ശരി. പക്ഷെ എന്നാലും എന്റെ കൈ കൊണ്ട് ഭീഷ്മരും ദ്രോണരും മരിക്കുന്നത് ഞാൻ കാണേണ്ടി വരണ്ടേ? അല്ലെ, ഞാൻ കാണേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു സംശയം അർജുനന് തോന്നുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്. 28ാമത്തെ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് അതാണ്. 28ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്തു. അവ്യക്ത നിദധനാന്യേവ തത്ര കാ പരിദേവന. മ്യൂട്ടായി പോയല്ലോ. അവ്യക്താദാനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിദധാനേവ തത്ര കാ പരിദേവന. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരതം അവ്യക്ത നിദാന്യേവ തത്ര കാ പരിദേവന. ഇനി അർജുന് അടുത്തൊരു സംശയം ഉണ്ടാവുകയാണെങ്കിൽ, എന്റെ കൈ കൊണ്ട് അവർ മരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സംശയം തോന്നുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് പറയണം. അല്ലയോ അർജുന, ഭരത പറയണം. ഭൂതാനി അവ്യക്താധീനി എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ, ഈ ജഡശരീരങ്ങളുടെ തുടക്കം, ആദി എന്ന് പറയുന്നത് അവ്യക്തമാണ് എന്ന് പറയണം. ഇത് എവിടുന്നുണ്ടായി? തുടക്കം എന്താന്ന് ആർക്കും അറിയില്ല, അല്ലെ? ഇപ്പൊ ഒരു പദാർത്ഥം ഉണ്ടെങ്കിൽ അതിന്റെ തുടക്കം എന്താണ്? അത് അവ്യക്തമാണ്. അപ്പൊ തുടക്കം എവിടെ നിന്നുണ്ടായി, മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ഇപ്പൊ ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല, അവ്യക്തമാണ്. വ്യക്തമധ്യാനി, മദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ നടുവിലുള്ള ഭാഗം ഇപ്പൊ വ്യക്തമായിട്ട് എന്താണ് ഈ ഒരു വസ്തു ഉണ്ട് എന്നുള്ളത് അറിയാം. ഇനിയോ അവ്യക്ത നിധനാനി ഏവ, അതിന്റെ അവസാനം എന്താണെന്നുള്ളത് അതും അവ്യക്തമാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് മധ്യത്തിൽ കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വസ്തുക്കളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലും ദുഃഖിച്ച് കരയാൻ എന്ത് പ്രസക്തിയുള്ളത് എന്ന് ചോദിക്കാം, അർജുനോട് ചോദിക്കാം. ഇപ്പൊ ഈ ശരീരങ്ങളുടെ ജഡശരീരങ്ങൾ, ഇപ്പൊ അത് മുഴുവൻ ഈ നാമരൂപങ്ങൾ മുഴുവൻ ജഡമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ജഡവസ്തുക്കളുടെ മുഴുവൻ തുടക്കം എന്ന് പറയുന്നത് അവ്യക്തമാണ്. ആദ്യം മുമ്പ് എന്തായിരുന്നു എന്നൊക്കെ ആർക്കും അറിയില്ല. ഇപ്പൊ ഉള്ളത് മധ്യമമായ ഭാഗം മാത്രമാണ് ഇപ്പൊ വ്യക്തമായിട്ടുള്ളത്, നമ്മൾ കാണുന്നുണ്ട്, രൂപത്തിൽ കാണുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് അതിന്റെ അവസാനം എന്തായിരിക്കും എന്നുള്ള ആർക്കും അറിയില്ല, അതും അവ്യക്തമാണ്. മനസ്സിലായോ? പിടികിട്ടിയോ? ഇപ്പൊ കാണുന്നുണ്ട്, ഇപ്പൊ ഈ ഫോണ്, മൊബൈൽ ഫോൺ അല്ലെ, ഇതിപ്പോ വ്യക്തമാണ്, മധ്യം ഇത് ഉണ്ട്. പക്ഷെ ഇത് മുമ്പ് എന്തായിരുന്നു നമുക്ക് അറിയില്ല, ഇത് ഉണ്ടാവുന്നതിന് മുമ്പ് എന്തായിരുന്നു നമുക്ക് അറിയില്ല. ഇനി ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം എന്താന്നുള്ളതും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ കാണുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കണം. അതിന്റെ ദുഃഖത്തിന് പ്രസക്തി ഇവിടെ, അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ആ എനർജി മുതൽ, ശക്തി സ്പന്ദനം മുതൽ ഇവിടെ എന്തെല്ലാം ഉണ്ടോ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങി സൗരയൂഥത്തിലുള്ള വസ്തുക്കൾ വരെ ഇതൊക്കെ ഉണ്ടായി ഇല്ലാതാവുന്ന പ്രതിഭാസങ്ങളാണ്. അതൊക്കെ ജഡവസ്തുക്കളാണ്. എനർജി അടക്കം ജഡമാണ് എന്നാണ്. കാരണം അതും ബോധത്തിൽ നിന്നുണ്ടായതാണ്, അല്ലെങ്കിൽ ബോധത്തിൽ ഉണ്ടായി എന്ന് തോന്നപ്പെടുന്നതാണ് അത് മുഴുവൻ. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ ഈ പ്രപഞ്ചം
ബോധത്തില് വിവർത്തമാണ്, ഉണ്ടെന്ന് തോന്നുന്ന വിവർത്തമാണ്. വിവർത്തം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ല, പക്ഷെ തൽക്കാലത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ ജഡമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ആ എനർജി മുതൽ ഇനി മാറ്ററിൽ അങ്ങേയറ്റം എന്താണോ വലുതായിട്ടുള്ളത് അതടക്കം വരെ ജഡപ്രതിഭാസങ്ങൾ ഒരു പ്രതിഭാസമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, ഇത് തിരിച്ച് എവിടേക്കാണ് പോണ എന്നൊക്കെ നമ്മൾ ഇതിന്റെ ഈ തലത്തിൽ, ഭൗതിക തലത്തിൽ നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആർക്കും പിടികിട്ടില്ല, ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലെ, ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് ഇത് എവിടെ നിന്നുണ്ടായി, ഇത് എവിടേക്കാണ് തിരിച്ചില്ലാതാവുന്നത്, ലയിച്ചു ചേരുന്ന എന്തിലാണെന്ന് ഭൗതിക തലത്തിൽ നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പിടികിട്ടില്ല, ഇതുവരെ ആർക്കും പിടികിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതേ തലത്തിൽ നിന്ന് അന്വേഷിച്ചാൽ ഇങ്ങോട്ട് പിടികിട്ടാനും പോണില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സത്യം എന്താണ്, തുടക്കം എന്താണെന്ന് അറിയില്ല, ആദി എന്താണെന്ന് അറിയില്ല, അന്തം അവസാനം അറിയില്ല. ഒരു അന്തം ഇല്ല എന്ന് പറയാറില്ല നമ്മള്, ഒരു അന്തം ഇല്ല എന്ന് പറയാറില്ല. അന്തം അവസാനവും അറിയില്ല. ഇടയ്ക്ക് ഈ മധ്യഘട്ടം, മിഡിൽ പോർഷൻ മാത്രമാണ് നമുക്ക് അറിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് നീ കരയുന്നത് വിഡ്ഢിത്തമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അർജുനോട് സൂചന എന്താണെന്നറിയാമോ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഇരുന്ന് കരയല്ല വേണ്ടത്, ഇതിന്റെ തുടക്കവും അവസാനം നീ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അതിനാണ് ധൈര്യം വേണ്ടത്. കാരണം തുടക്കവും അവസാനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കരയേണ്ട ആവശ്യമില്ല. അല്ലെ, മനസ്സിലായോ? ഇത് എവിടെ നിന്ന് ഉണ്ടായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് തിരിച്ച് എവിടേക്കാണ് ലയിച്ചു ചേരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യമില്ല. അപ്പൊ അർജുനോട് കൊടുക്കുന്ന സൂചന ഇതാണ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ, അതൊരു സൂചനയാണ്. അപ്പോ അറിവില്ലായ്മയുടെ ഈ ഒരു അന്ധതയിൽ ഇരുന്നു കൊണ്ട് നീ കരഞ്ഞ് നിലവിളിക്കാതെ ദുഃഖം ഉപേക്ഷിക്കൂ, ദുഃഖം മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ പരമാർത്ഥം എന്താണെന്ന് നീ അന്വേഷിക്കൂ എന്ന് പറയാം. അതാണ് സൂചന, അതാണ്. അപ്പൊ പരമാർത്ഥം അന്വേഷിക്കണമെങ്കിൽ നമ്മൾക്ക് എന്താണ്, കർമ്മമുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരണം. ഈ കർമ്മരംഗം മാറ്റിവെച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഈ പരമാർത്ഥം അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം, സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ധൈര്യപൂർവം സത്യം എന്താണെന്ന് അന്വേഷിക്കൂ, വസ്തു എന്താണെന്ന് അന്വേഷിക്കൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് എന്താണ് ഭഗവാൻ പറയുന്നത്, ഇപ്പോ സത്യം അറിയണമെങ്കിൽ ആത്മാന്വേഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അത് മാത്രം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇതൊക്കെ കേട്ടിട്ട് ആത്മസാക്ഷാത്കാരമാണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലായി അത് തീരുമാനിച്ച് നിങ്ങളൊക്കെ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഭഗവാൻ പറയണ അതിന്റെ ആവശ്യമില്ല എന്ന് പറയണേ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ, എന്തൊക്കെ ജോലികൾ ചെയ്യാനുണ്ടോ, സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിന്റെ കൂടെ ധൈര്യപൂർവം സത്യം അന്വേഷിക്കൂ എന്നാണ് പറയുന്നത്. വസ്തുവിനെ തെരയൂ എന്നാണ് ഇവിടെ സൂചന, അതാണ്. അപ്പൊ ഇവിടെ അവ്യക്തതയിലേക്ക്, അവ്യക്തമാണ് എന്ന് പറഞ്ഞു, തുടക്കവും അവസാനവും അവ്യക്തമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അവ്യക്തത്തിന് വേറൊരു അർത്ഥം കൂടിയും പറയാം, എന്താണ്, മായ എന്ന് വിളിക്കാം. അല്ലെ, മായ. ആ ബോധത്തിന്റെ അല്ലെങ്കിൽ ജഗതീശ്വരന്റെ തന്നെ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ സ്പന്ദിച്ചു വരുന്ന ശക്തിയാണ്, മായാശക്തിയാണ്. ആ വസ്തു സ്വരൂപത്തിൽ ഒരു കേടും ഉണ്ടാവാതെ മരുഭൂമിയിലെ ജലം പോലെ ഈ പ്രപഞ്ച ദൃശ്യങ്ങളെ മുഴുവൻ ഉണ്ടാക്കി കാണിക്കുന്നത് മായയാണ് എന്നാണ് പറയുന്നത്. മായാശക്തിയാണ്. അപ്പൊ ഈ മായാശക്തി എന്ന് പറയുന്നത് അത് പരമാത്മാവിന്റെ തന്നെ ഭാഗമാണ് മായാശക്തി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ആ ബോധം, അല്ലെ, നേരത്തെ പറഞ്ഞല്ലേ, ബോധം, ആ ചൈതന്യം എന്താണോ അത് ഉള്ള ആ ഒരു വസ്തു, ആ ഉള്ള വസ്തുവിന്റെ ഭാഗം തന്നെയാണ് മായാശക്തി എന്ന് പറയുന്നത്. ആ മായാശക്തിയാണ് ആ ഉള്ള വസ്തുവില് അതിനൊരു മാറ്റവും വരുത്താതെ, അതിനൊരു ദോഷവും വരുത്താതെ അതിൽ ഈ പ്രപഞ്ച ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ മരുഭൂമിയിലെ ജലം പോലെ. മരുഭൂമിയിൽ യഥാർത്ഥത്തിൽ വെള്ളമില്ല, പക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളമുള്ള പോലെ തോന്നും. പക്ഷെ മരുഭൂമിയിൽ ആ വെള്ളം ഉണ്ടെങ്കിലും അതുകൊണ്ട് മരുഭൂമിക്ക് യാതൊരു കുഴപ്പമില്ല, അതിനെ ബാധിക്കുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്, ഉണ്ടെന്ന് തോന്നുക മാത്രമാണ്. ഇത് കിട്ടുന്നുണ്ടോ? അപ്പൊ അതേപോലെയാണ് ഈ മായാശക്തി പ്രപഞ്ച ദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മായ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മായക്ക് രണ്ട് പണികളുണ്ട്, രണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്താണെന്നറിയാമോ?
ഇത് ആ പരമാത്മാവില് അല്ലെങ്കിൽ ആ ബോധത്തില് ആ ചൈതന്യത്തില് ഈ മായാശക്തി സ്പന്ദിച്ച് ഉയർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ സത്യത്തിന്റെ സ്വരൂപത്തെ അങ്ങോട്ട് മറയ്ക്കും. എന്നിട്ട് അത് അവ്യക്തമാക്കും. അതിനാണ് ആവരണം എന്നാണ് പറയുക. മായയുടെ ഒരു ശക്തിയാണ് ആവരണം. സത്യത്തിനെ അങ്ങോട്ട് മറയ്ക്കും ആദ്യം. എന്നിട്ട് പിന്നെന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രാണനെ, എനർജി, അതുപോലെ മറ്റു പദാർത്ഥങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ജഡദൃശ്യങ്ങൾ, ഈ പ്രപഞ്ചമാകുന്ന ജഡദൃശ്യങ്ങളെ അത് ഉണ്ടാക്കി കാണിക്കും. ഇതിന് വിക്ഷേപം എന്നാണ് പറയുന്നത്. ഇങ്ങനെ രണ്ട് ശക്തികളാണ് മായയ്ക്ക്. മനസ്സിലായോ? പിടികിട്ടിയോ? ഒന്ന് ആവരണം, രണ്ടാമത്തത് വിക്ഷേപം. ആവരണം എന്ന് പറഞ്ഞാൽ ഇത് ആ സത്യത്തില് ഈ മായ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ആ സത്യത്തിനെ അങ്ങോട്ട് മറയ്ക്കും, ആവരണം ചെയ്യും. എന്നിട്ട് പിന്നെയോ അതിന്റെ സ്ഥാനത്ത് മറ്റു പലതിനെ ഉണ്ടാക്കി കാണിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് ഈ സത്യത്തിനെ അറിയാൻ പറ്റാത്തത്. ഈ ഉണ്ടാക്കി കാണിക്കുന്നതിന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അതിനെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിന് വിക്ഷേപം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിക്ഷേപങ്ങളൊക്കെ മറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ ആവരണമാണ്, അവ്യക്തമായ ദശയാണ്. അല്ലെ? അപ്പൊ നമ്മളുടെ ഉറക്കും ഉണർവും പറഞ്ഞ പോലെ എന്ന് പറയാം, എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഇതെല്ലാം അറിയുന്നുണ്ട്. അറിയുന്നത് പറഞ്ഞാൽ ഈ പ്രപഞ്ച ദൃശ്യങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കത്തിലോ ഒരു അവ്യക്തതയിലേക്ക് പോവുകയാണ്, നമുക്ക് അറിയുന്നില്ല. അല്ലെ? ഉറക്കത്തില് എന്താണ്, ഒരു ഇരുണ്ട മറയാണ്. ഉറക്കത്തില് ഞാൻ ഉറങ്ങാണെന്നുള്ള ബോധം അത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ട്. അല്ലെ? അവിടെ വ്യക്തിബോധം നഷ്ടപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ. ഉറക്കത്തിലും വ്യക്തിയുണ്ട്. പക്ഷെ പിന്നെന്താണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഇരുണ്ട മറയാണ് ഈ ഉറക്കത്തില്. അപ്പൊ അത് തന്നെയാണ് ആ വ്യക്തിബോധത്തിൽ അവ്യക്തമായ അവസ്ഥ എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഉണരുമ്പോ മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ വിഷയാനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ അവ്യക്തതയിൽ നിന്നാണ്. വീണ്ടും ഉറക്കത്തിൽ അതെല്ലാം അവ്യക്തതയിൽ ലയിച്ചു ചേരുകയും ചെയ്യും. അപ്പോ ഇത് വ്യക്തികളെ കുറിച്ച് പറയുമ്പോ ഇനി പരമാത്മാവിനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്കായിട്ട്, പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കാനായിട്ട് മായയാണ് ഈ അവ്യക്ത ദശ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. കുറച്ച് കൺഫ്യൂഷൻ തോന്നണമെങ്കിൽ ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മായയാണ് ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത്. അല്ലെ? മായ ആദ്യം സത്യത്തിനെ മറയ്ക്കുന്നു, അതിന്റെ ശക്തി കൊണ്ട് ആവരണം, ദെൻ അതിന്റെ സ്ഥാനത്ത് മറ്റു പലതിനെയും ഉണ്ടാക്കി കാണിക്കുന്നു. ഇത് മായയാണ്, അത് വിക്ഷേപം എന്ന് പറയും. മനസ്സിലായോ? അപ്പോ മായ തുടങ്ങുന്നത് തന്നെ അവ്യക്തമായ ദശയിലാണ്. അതുകൊണ്ടാണ് മായയ്ക്ക് തന്നെ അവ്യക്തം എന്നൊരു പേര് വരാൻ കാരണം. അപ്പോ ഇവിടെ എന്താണ്, ഇടയ്ക്ക് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും മായയിൽ ഉണ്ടായി മറിയുന്ന വെറും കാഴ്ചകളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ തുടക്കവും അവസാനവും വ്യക്തമല്ലാതെ ഇല്ലാത്തതായിട്ട് എന്താണോ അനുഭവപ്പെടുന്നത് അത് ഇടയ്ക്കുണ്ട് എന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. കിട്ടിയോ? ഇപ്പൊ നമ്മൾ പലതും ഉള്ളതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ തുടക്കം എവിടെയെന്ന് അറിയുന്നില്ല. അവ്യക്തമാണ്, അവസാനവും അവ്യക്തമാണ്. അപ്പൊ ഇപ്പൊ ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പൊ ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ ജഗത്ത് മിഥ്യയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഈ ദൃശ്യങ്ങൾ മുഴുവൻ, ജഡദൃശ്യങ്ങൾ മുഴുവൻ, പ്രപഞ്ച ദൃശ്യങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ ഉള്ള വസ്തുവില് ഇന്ദ്രജാലമാണ്, മായാപ്രകടനങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? അത് തെളിയിക്കുന്നതാണ് അതിന്റെ തുടക്കത്തിലും അവസാനത്തിലുള്ള അവ്യക്തമായ അവസ്ഥ എന്ന് പറയും. അതുകൊണ്ട് അർജുനോട് പറയുന്നതാണ് ഈ ജഡമായ യഥാർത്ഥത്തിൽ ഇല്ലാത്ത, പരമാർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതാണ് ഈ ശരീരങ്ങളൊക്കെ. അപ്പൊ ഈ ജഡശരീരങ്ങളെ കുറിച്ചുള്ള അർജുനന്റെ ആ കരച്ചില്, ആ ദുഃഖം ഭൗതിക തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും യുക്തിയല്ല, കരയുന്നതിൽ യാതൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു വെക്കുന്നതാണ്. അപ്പൊ ഇനി ഭൗതിക തലത്തിൽ തന്നെ നിൽക്കുന്നുള്ളവർക്ക്, ഭൗതിക തലത്തിൽ തന്നെ നിലനിൽക്കുന്നവർക്ക്, അവര് ജഡവാദികൾ എന്നാണ് പറയുന്നത്. ഇതാണ് സത്യം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എപ്പോഴും എവിടെ നിന്നുണ്ടായിന്ന് അറിയില്ല. അപ്പൊ നിർവചിക്കാൻ പറ്റാത്ത ആശ്ചര്യമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. എപ്പോഴും അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അതിന്റെ പരമാർത്ഥം അന്വേഷിക്കാതെ, ഉള്ളിലേക്ക് നോക്കാതെ പുറമെ ചുറ്റിക്കറങ്ങി അന്വേഷിക്കുന്നിടത്തോളം കാലം ഈ ജീവാത്മാവിന്റെ രഹസ്യം ഒരിക്കലും പിടികിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അർജുനോട് കൊടുക്കുന്ന സൂചന ഇതാണ്: നീ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കാണ്ട്
സ്വധർമ്മം അനുഷ്ഠിക്കുക, ഒപ്പം സത്യം എന്താന്ന് അന്വേഷിക്കൂ എന്നാണ് അർജുനനോട് ഭഗവാൻ വീണ്ടും ഇവിടെ ആവശ്യപ്പെടുന്നത്. അടുത്ത ശ്ലോകം കൊണ്ട് പറയുന്നതാണ്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കുന്നു. ഉള്ളിൽ അനുഭവപ്പെടുന്ന ബോധം, ഞാൻ ഉണ്ട് എന്ന ബോധം, അതിൽ വിശ്രമിക്കൂ. ഓം സം സമിത്യുവസേ വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിത്യസേ സനോവശൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംഭോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് ഒരേ സാവകാശം കണ്ണുകൾ തുറക്കാം.